എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ജടായുവിനെ പറ്റിയും ജടായുപ്പാറയെ പറ്റിയുമാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജടായുപ്പാറ. നമ്മൾ എം സി റോഡിലെ കൊട്ടാരക്കര എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്തായിട്ട് ഇത് കാണാം. സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തടയാൻ ചെന്ന ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ രാവണൻ്റെ ചന്ദ്രഹാസമേറ്റ് നിലം പതിച്ചത് ഇവിടെ ആയിരുന്നു എന്നാണ് വിശ്വാസം. ജടായു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മിക്കവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള രവിവർമ്മ അദ്ദേഹം വരച്ച ആ ഒരു ചിത്രമാണ്. അതായത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒക്കത്ത് ഇരുത്തി ഒരു കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് ആ ചിത്രം. എന്നിട്ട് വലത് കൈ കൊണ്ട് ചന്ദ്രഹാസം എന്ന തൻ്റെ വാളുകൊണ്ട് പക്ഷിശ്രേഷ്ഠൻ്റെ ചിറകരിയുന്നു. അപ്പോൾ ആ ചിറക് താഴോട്ട് വീഴുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ദൃശ്യം കാണാനാവാതെ സീത തല മറുവശത്തേക്ക് തിരിച്ചിട്ട് ഇരു കൈകളും കൊണ്ട് കണ്ണ് പൊത്തുകയാണ് ഈ ദൃശ്യം കാണാനാവാതെ. ഇതാണ് മനോഹരമായിട്ടുള്ള ആ ചിത്രം. ഇതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ആദ്യം പലരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം ജടായു എന്ന് കേൾക്കുമ്പോൾ. ഹിന്ദു ഇതിഹാസമായ രാമായണം അനുസരിച്ച് സൂര്യൻ്റെ സാരഥിയായിട്ടുള്ള അരുണൻ്റെ പുത്രനാണ് ജടായു. ജടായു ഒരു കഴുകനാണ്. രാമൻ്റെ പിതാവായിട്ടുള്ള ദശരഥൻ്റെ പഴയ സുഹൃത്താണ് ജടായു. രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധ്യേ ജടായു സീതയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സീതയുടെ ഭയം നിറഞ്ഞ നിലവിളി കേട്ടാണ് ജടായു എത്തിച്ചേരുന്നത്. പട്ടി ഹോമദ്രവ്യവും കട്ടുകൊണ്ടുപോകുന്നത് പോലെ എൻ്റെ സ്വാമിയുടെ പത്നിയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് മൂഢാത്മാവേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജടായു വഴിമധ്യേ രാവണനെ തടയുന്നത്. പതിവ്രതയായ ഒരു സ്ത്രീയെ അവളുടെ എല്ലാ എതിർപ്പുകളെയും കയ്യൂക്കുകൊണ്ട് കീഴടക്കി അവളെ കട്ടുകൊണ്ടു പോകുന്നത് ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും അതൊരു വലിയ അപരാധമാണ്. രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ പരിപാലിക്കാൻ നിയുക്തനാക്കപ്പെട്ട രാജാവ് അവിധം ചെയ്യുന്നത് സർവനാശകരവുമാണ്. അതുകൊണ്ട് രാജാവേ, ഈ അധർമ്മത്തിൽ നിന്നും അങ്ങ് മാറി നിൽക്കുക എന്ന് ജടായു രാവണനോട് പറയുന്നുണ്ട്. ധാർമ്മികനായ രാജാവ് പരതാരങ്ങളെ സ്പർശിക്കുക പോലുമില്ല എന്ന ധാർമ്മിക നീതിയും രാവണനോട് ജടായു പറഞ്ഞു. പക്ഷേ ഫലമുണ്ടായില്ല. എണ്ണമറ്റ സ്ത്രീകളെ ഇഷ്ടാനുസരണം ഭാര്യമാരായി സ്വീകരിക്കുകയും അവരെല്ലാവരുമായിട്ട് രമിച്ചിട്ടും കാമസംതൃപ്തി കൈവരാതെ അലയുകയും ചെയ്യുന്ന രാവണൻ എന്ന അതികാമി ജടായുവിൻ്റെ വാക്കുകളെ അവജ്ഞയോടെ തള്ളി. ചിറകാർന്ന പർവ്വതം പോലെ എന്നാണ് എഴുത്തച്ഛൻ ജടായുവിനെ വിശേഷിപ്പിക്കുന്നത്. ജടായുവിൻ്റെ ചിറകടിയിൽ നിന്നുള്ള കാറ്റേറ്റ് സമുദ്രം പ്രക്ഷുബ്ധമാവുകയും പർവ്വതങ്ങൾ ഇളകുകയും ചെയ്തു അത്രേ. അത്രയ്ക്ക് ശക്തനായിരുന്ന ആ പക്ഷി. രാവണൻ്റെ ചാപങ്ങളെ ജടായു പൊടിച്ചു കളഞ്ഞു. 10 മുഖങ്ങളും കാൽമുഖം കൊണ്ട് കീറി മുറിച്ചു. മൂർച്ചയുള്ള കൊക്കുകൊണ്ട് തേർത്തടം തകർത്തു. കാൽക്ഷണം കൊണ്ട് തന്നെ കുതിരകളെയെല്ലാം കൊന്നു വീഴ്ത്തി. ജടായുവിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ രാവണൻ ചഞ്ചലനായി. തൻ്റെ യാത്ര മുടങ്ങുക മാത്രമല്ല കീർത്തി മുടിയുകയും ചെയ്യും എന്ന് ഭയന്ന രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജടായുവിൻ്റെ ചിറകുകൾ അരിയുകയാണ്. നിസ്സഹായനായി ജടായു നിലത്ത് വീണ ജടായുവിൻ്റെ കാലുകളും രാവണൻ വെട്ടിമാറ്റി. ഇപ്പം തൻ്റെ ഭർത്താവിനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ടല്ലാതെ ജീവൻ വെടിയുകയില്ലെന്ന് സീതാദേവി ഈ ഒരു അവസരത്തിൽ ജടായുവിനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ജടായു രാമനെ കാത്ത് കിടക്കുന്നു. സീതയെ ഒക്കത്ത് വെച്ചുകൊണ്ട് രാവണൻ തിരിച്ച് അങ്ങ് ലങ്കയിലേക്ക് പറക്കുകയാണ്. അങ്ങനെ പിന്നെ സീതയെ തേടി രാമലക്ഷ്മണന്മാർ അലഞ്ഞ് നടക്കുമ്പോഴാണ് ഈ തകർന്നു കിടക്കുന്ന ഈ രഥവും ജടായുവിൻ്റെ ഈ ഘോര രൂപവും ഒക്കെ കാണുന്നത്. ജടായു സ്വയം പരിചയപ്പെടുത്തി ദശരഥൻ്റെ മിത്രമാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. രാവണൻ ദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് മാത്രമേ ജടായു മരിക്കുന്നുള്ളൂ. മരിക്കുമ്പോഴും തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജടായു മരിക്കുന്നത്. രാമൻ്റെ തൃക്കൈ കൊണ്ടുള്ള തലോടൽ ഏറ്റുകൊണ്ടാണ് ജടായു ജീവൻ വെടിയുന്നത്. തൻ്റെ പിതാവിൻ്റെ മിത്രം കൂടിയായിട്ടുള്ള ജടായുവിൻ്റെ മൃതശരീരം രാമൻ മടിയിൽ വെച്ചുകൊണ്ട് ശരിക്കും കണ്ണീർ വാർക്കുന്നുണ്ട്. പിന്നീട് ലക്ഷ്മണൻ ഒരുക്കിയ ചിതയിൽ വെച്ച് ഉദകക്രിയകളെല്ലാം അനുഷ്ഠിച്ചു. അങ്ങനെ ജടായു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠം പ്രാപിക്കുകയാണ്. അങ്ങനെ വെറും ഒരു പക്ഷിയായിരുന്നിട്ട് കൂടി വിഷ്ണു സാരൂപ്യം പ്രാപിച്ച് ബ്രഹ്മപൂജിത പദം പ്രാപിക്കാൻ തൻ്റെ ഭക്തി കൊണ്ടും ത്യാഗം കൊണ്ടും ജടായുവിന് സാധിച്ചു. ഇന്ന്
ഈ ജടായു വീണ് എന്ന് പറയുന്ന ഈ ജടായുപ്പാറ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ധാരാളം ആളുകൾ അവിടെ ഇപ്പോൾ സന്ദർശിക്കാറുണ്ട്. അവിടെ സന്ദർശിക്കുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു കവിതയാണ്. ആ കവിത രചിച്ചത് ONV കുറുപ്പ് സാറാണ്. ജടായു സ്മൃതി എന്നാണ് ആ കവിത. ആ കവിതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ആംഗലേയ തർജ്ജമയും അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടും അതിമനോഹരമാണ്. ആ ONV കുറുപ്പ് സാറിൻ്റെ കവിത ഞാനൊന്ന് ചൊല്ലാം ഇവിടെ. ജടായു സ്മൃതി. ഇക്കുന്നിൻ നെറുകയിലിത്തിരി നേരം ധ്യാനമഗ്നരായി നിൽക്കൂ. ഇക്കുന്നിൻ നെറുകയിലിത്തിരി നേരം ധ്യാനമഗ്നരായി നിൽക്കൂ. പ്രിയപ്പെട്ട നമ്മുടെ കർമ്മക്ഷേത്രത്തിനുഴവുചാൽ പെറ്റൊരു പെൺമുത്തിനെ, തീർത്ഥ നൈർമല്യം പേറും ആ പൊന്നും കുടത്തിനെ, ചതിയിൽ കവർന്നാഴി കടന്നിടുവാൻ വായുരഥത്തിൽ പായും പരദേശിയാം രക്ഷസിനെ, കണ്ടു മോഹിച്ചാലേതൊരപ്സരസ്സിനെപ്പോലും തൻ്റേതാക്കുക സ്വന്തം ധർമ്മമെന്നോരുന്നോനെ, കൊത്തിയും നഖമുനയാഴ്ത്തിയും തടയുവാനെത്തിയ ജടായു വീണടിഞ്ഞതാണിന്നിലം. കൊത്തിയും നഖമുനയാഴ്ത്തിയും തടയുവാനെത്തിയ ജടായു വീണടിഞ്ഞതാണിന്നിലം. ശത്രുവിൻ കൈവാൾ അരിഞ്ഞിട്ടൊരു ചിറകുമാ രക്തധാരയും ഏറ്റുവാങ്ങിയതാണിന്നിലം. ശത്രുവിൻ കൈവാൾ എരിഞ്ഞിട്ടൊരു ചിറകുമാ രക്തധാരയും ഏറ്റുവാങ്ങിയതാണിന്നിലം. ഇന്നാടിൻ അഭിമാന പൊൻകൊടിമരത്തിന്മേൽ നിന്നതിൽ പാറും കൊടി താണുതാണിറങ്ങുമ്പോൾ, പിന്നെയും ഒറ്റച്ചിറകിന്മേൽ വായുവിൽ തത്തി നിന്നടരാടി തളർന്നടിഞ്ഞൊരാ പക്ഷിയെ, പിന്നെയും ഒറ്റച്ചിറകിന്മേൽ വായുവിൽ തത്തി നിന്നടരാടി തളർന്നടിഞ്ഞൊരാ പക്ഷിയെ, രക്തസാക്ഷിയാം മകൻ തൻ ജഡം ഒരമ്മ പോൽ ഗദ്ഗദത്തോടേറ്റുവാങ്ങിയതാണിന്നിലം. രക്തസാക്ഷിയാം മകൻ തൻ ജഡം ഒരമ്മ പോൽ ഗദ്ഗദത്തോടേറ്റുവാങ്ങിയതാണിന്നിലം. ഇവിടെ വീശും കാറ്റും അക്കഥ പാടുന്നീലേ, ഇവിടെ ഓരോ തരിമണ്ണും അത് ഓർക്കുന്നീലേ. ഇവിടെ വീശും കാറ്റും അക്കഥ പാടുന്നീലേ, ഇവിടെ ഓരോ തരിമണ്ണും അത് ഓർക്കുന്നീലേ. മൃത്യുവിൻ മുന്നിൽ നാടിൻ മാനം കാക്കുവാൻ ബലിപുഷ്പമായി പതിച്ചൊരാ പക്ഷിതൻ ഓർമ്മയ്ക്കായി, ഇക്കുന്നിൻ നെറുകയിൽ നമ്രശീർഷരായി നിൽക്കേ മൃത്യുവിൽ നിന്നും നമ്മൾ അമൃതം കടയുന്നു. ഇക്കുന്നിൻ നെറുകയിൽ നമ്രശീർഷരായി നിൽക്കേ മൃത്യുവിൽ നിന്നും നമ്മൾ അമൃതം കടയുന്നു. എന്ത് മനോഹരമായ കവിത! ഈ കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷ, ആംഗലേയ പരിഭാഷ അതിൻ്റെ വശത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പരിഭാഷ ചെയ്തിരിക്കുന്നത് ശ്രീ കെ ജയകുമാർ IAS ആണ്. അതിമനോഹരമായ ഒരു പരിഭാഷയാണ്. അടുത്തതായിട്ട് ആ പരിഭാഷയും ഞാൻ വായിക്കാം. In Memory of Jatayu by ONV. Stand atop this hill for a while in contemplation. Stand atop this hill for a while in contemplation. Here is where Jatayu fell, trying to block with his talons and beak the alien Nom who seized in deceit the priceless pearl of a daughter, born to the plough furrow of dear earth, and fleeing to another coast. He who believes it to be his right to possess even the celestial nymph he covets. He who believes it to be his right to possess even the celestial nymph he covets. This is where the enemy's sword chopped Jatayu's wing, the spot that accepted that flowing bloodstream, like a sobbing mother accepting her martyred son. The spot that accepted that flowing bloodstream, like a sobbing mother accepting her martyred son.
This spot received that bird, flapping its single wing, descending like a flag on the mast of this country's pride. Doesn't this wing that blow here sing that tale? Doesn't every sand grain here recall that saga? As we stand on this hill with heads bowed in the memory of that bird who sacrificed himself as a flower offering, we indeed churn immortality from death. We indeed churn immortality from death. മനോഹരമായിട്ടുള്ള ഒരു തർജ്ജമയാണ് ജയകുമാർ സാർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ജടായുപ്പാറ ഒരു വൻ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറയിലേക്ക് പോകാനായിട്ട് സന്ദർശകരുടെ സൗകര്യാർത്ഥം റോപ്പ് വേ പണിഞ്ഞിട്ടുണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ കാണാനായിട്ട് ധാരാളം കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ആ മൂവന്തിച്ചോപ്പുള്ള ചക്രവാളത്തിലേക്ക് നോക്കി ആ സൂര്യൻ അസ്തമിക്കുന്നത് കാണുക എന്നുള്ളത് വളരെ നല്ലൊരു കാഴ്ചയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രൻ ഉദിക്കുന്നതും അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കും. പല ദിവസങ്ങളിലും സംഗീത പരിപാടികളും മറ്റ് പരിപാടികളുമൊക്കെ ഉണ്ട്. ജടായുവിൻ്റെ ഈ ഒരു സ്മൃതി നമുക്ക് എന്നും നമുക്കത് ഓർത്തുകൊണ്ടിരിക്കാം. നന്ദി.